സഖാക്കള ചൊറിച്ചിലങ്ങ് മാറി കിട്ടിയ എന്തെല്ലാം ബഹളം വരുന്നു. അർജുൻ ആയങ്കിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെയുള്ള റിപ്പോർട്ടർ ചാനലിലെ അരുണടക്കം എന്താണ് പറഞ്ഞത്? പോലീസും കള്ളനും തമ്മിലുള്ള കളിയാണോ എന്ന്. എന്നാൽ നിങ്ങൾ പറഞ്ഞ വൃത്തികെട്ട സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിച്ച സ്ത്രീകൾക്കെതിരെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തിയ TG മോഹൻദാസ് എന്ന കിളവൻ, വൃത്തികെട്ട ഒരു കിളവനെയും അറസ്റ്റ് ചെയ്തില്ലേ? അതുമാത്രമാണോ, സവർക്കറെ പുകഴ്ത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ഒരു അധ്യാപകന് സസ്പെൻഷനും നൽകി. അതുപോലെ തന്നെ LDF സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ പാലക്കാട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ക്രിസ്മസ് ആഘോഷിച്ചതിന്റെ പേരിൽ RSS പ്രവർത്തകർ ചേർന്ന് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ മർദ്ദിച്ചു. എന്നാൽ 10 വർഷ കാലത്തിനിപ്പുറമാണ് ഒരു RSS പ്രവർത്തകനെതിരെ കേസെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, കമ്മികളും RSSും തമ്മിലല്ലേ കയ്യൊപ്പുള്ളത്? പിന്നെ ഈ പറഞ്ഞ അർജുൻ ആയങ്കിനെയും അതുപോലെ തന്നെ TV മോഹൻദാസിനെയും അതുപോലെ സ്കൂളിൽ കുട്ടികൾക്ക് സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ അധ്യാപകനടക്കം സസ്പെൻഷൻ കൊടുത്തപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലെ ചേച്ചിക്ക് പ്രസന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ചേച്ചി ഇങ്ങനെ ഒരു വിഷമിച്ച് സങ്കടത്തോടെയാണ് ഇതെങ്ങനെ പ്രസന്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നത്. അതിനു പുറമെ തന്നെ 10 വർഷക്കാലത്തോളമാണ് LDF സർക്കാർ ഇവിടുത്തെ ലഹരി മാഫിയകൾക്ക് കൈ കൊടുത്തിരുന്നത്. അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് LDF സർക്കാരിന്റെ ഏരിയ കമ്മിറ്റിയിലെ പ്രസിഡന്റ്, ഏരിയ കമ്മിറ്റിയിലെ സെക്രട്ടറി, ഇവരൊക്കെ തന്നെയായിരുന്നു MDMA ലീഡർ. അതുകൊണ്ടാണ് അവരെ ആരെയും പിടിക്കാതിരുന്നത്. എന്നാൽ പുതിയ സർക്കാർ UDF സർക്കാർ വന്നപ്പോഴല്ലേ ഈ പറഞ്ഞ ലഹരി മാഫിയകളെല്ലാം പിടിച്ചടക്കിയിട്ടുള്ളത്. പിന്നെ ഉള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് എന്തുകൊണ്ടാണ് UDF സർക്കാർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനൽ പ്രസന്റ് ചെയ്യുന്നില്ല? അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ആന്റോ അഗസ്റ്റിൻ, അതായത് റിപ്പോർട്ടർ ചാനലിലെ MD ആയിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ മരംമുറി കേസിലെ പ്രതിയാണ്. അന്ന് സഹായിച്ചത് സഖാക്കളാണ്, LDF സർക്കാരാണ്. അതുകൊണ്ട് മാത്രമാണ്. ഇനി അടുത്ത പിടി വീഴാൻ പോകുന്നത് റിപ്പോർട്ടർ ചാനലിലെ MD ആയിട്ടുള്ള ആന്റോ അഗസ്റ്റിനാണ്. നമ്മുടെ നാട്ടിലെ ലഹരി മാഫിയകളെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സമാധാന ക്രമക്കേട് ഉണ്ടാക്കുന്ന, നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നോക്കുന്ന പ്രവർത്തകരെ പിടിക്കാൻ LDF സർക്കാരിന് ഭയമായിരിക്കും. നിന്റെ പാർട്ടി വേറെയായിരിക്കും, പക്ഷെ എന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ശക്തമായ നിലപാടെടുക്കാൻ കഴിവുള്ള ഒരേ ഒരു ആഭ്യന്തരമന്ത്രിയേ ഉള്ളൂ, അതാണ് രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. ഞാനിപ്പോ ഞാനെന്ത് പറയാ? അർജുൻ ആയങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞാൻ കണ്ടിട്ടില്ല അത്.